ശരണമന്ത്ര മുഖരിതമായി ശബരിമല സന്നിധാനം. ഇന്നും ഭക്തജന തിരക്കാണ് അവിടെ. ഇന്നലെ 75,481 പേരാണ് ദർശനത്തിനായി എത്തിയത്. വരും ദിവസങ്ങളിലെ മണ്ഡലമാസ പൂജയ്ക്കായുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ സന്നിധാനമുള്ളതും. എം മനോജ് അവിടെ നിന്ന് ചേരുകയാണ്. മനോജ്, സ്വാമിശരണം, രാവിലെ മുതൽ വലിയ ഭക്തജന തിരക്ക് അവിടെ അനുഭവപ്പെടുന്നുണ്ട് ഇന്നും എന്ന് മനസ്സിലാക്കുന്നു. സ്വാമിശരണം, ഇന്നും അങ്ങനെ തന്നെയാണ്. സന്നിധാനത്ത് വലിയ തരത്തിലുള്ള ഭക്തജന തിരക്കുണ്ട്. അതോടൊപ്പം തന്നെ ഭക്തിസാന്ദ്രമായി അങ്ങനെ തന്നെ ശരണമന്ത്ര മുഖരിതമായി സന്നിധാനം പുലർച്ചെ മുതൽ, അതായത് നട തുറന്നത് മുതൽ അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ മണ്ഡലകാല പൂജയ്ക്കുള്ള ഒരുക്കങ്ങളിലാണ്. നിരവധി ഭക്തജനങ്ങൾ അങ്ങനെ ഇപ്പോൾ ഈ സന്നിധാനത്ത് മുകളിൽ മേൽപ്പാലത്തിലൊക്കെ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഈ മണ്ഡലകാല പൂജ, ഈ മണ്ഡലമാസത്തിലെ ഏറ്റവും വലിയ സംഖ്യയാണ്. അതായത് ഓരോ വർഷവും ഇങ്ങനെ ഭക്തജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നെങ്കിലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വലിയ തരത്തിലുള്ള ഒരു വർധനവ് തന്നെയാണ് ഈ ഭക്തജനങ്ങളെ, ഇങ്ങോട്ടേക്ക് എത്തുന്ന ഭക്തജനങ്ങളെ സംബന്ധിച്ചുണ്ടാകുന്നത്. അതോടൊപ്പം വരുമാനത്തിലും ഉണ്ടാകുന്നത്. എന്തായാലും ഈ മണ്ഡല പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചു എന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. 25-നാണ് ഈ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കുക. അതിനു മുമ്പായി തന്നെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ഞായറാഴ്ചയോടെ തങ്കയങ്കി ഘോഷയാത്ര ആരംഭിക്കും. പിന്നീട് ഓരോ തവണയും, അതായത് ഈ കർപ്പൂരാഴിയുണ്ട്, അതോടൊപ്പം തന്നെ ഇവിടേക്ക് തങ്കയങ്കി കൊണ്ടുവന്ന ശേഷം വലിയ തരത്തിലുള്ള ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളതെന്നാണ് അധികൃതരൊക്കെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഭക്തജനങ്ങൾ ഇങ്ങനെ ഈ മേൽപ്പാലം വഴി താഴേക്ക് ഇറങ്ങി വരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ 18-ാം പടിക്ക് താഴെയും വലിയ തരത്തിലുള്ള ഭക്തജന തിരക്കുണ്ട്. ഈ തിരക്ക് എല്ലാ ദിവസവും പുലർച്ചെ മുതൽ, അതായത് 3 മണിക്ക് നട തുറക്കുന്നു, 3:30-ക്ക് നെയ്യഭിഷേകം തുടങ്ങുന്നു. ആ സമയത്തൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ഭക്തജന തിരക്ക് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ വൈകിട്ടും അതുപോലെ തന്നെയാണ്. ദീപാരാധന സമയമൊക്കെ തന്നെ വലിയ ഭക്തജന തിരക്ക് സന്നിധാനത്തുണ്ടാകുന്നു. ഓരോ തവണയും ഇവിടേക്ക് എത്തുന്നവർ അവർ വീണ്ടും എല്ലാ മണ്ഡലകാലത്തും അയ്യനെ കാണുവാൻ വേണ്ടി ഇവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അവർ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ഏറ്റവും കൂടുതലായി ഇങ്ങോട്ടേക്ക് എത്തുന്നത്, മലയാളികൾ. അതോടൊപ്പം തന്നെ മറ്റ് തെലങ്കാന, ആന്ധ്ര, അതോടൊപ്പം നിരവധിയായിട്ടുള്ള ഭക്തജനങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. ഓരോ വർഷവും ഈ ശബരിമലയുടെ കീർത്തി അങ്ങനെ ലോകമെമ്പാടും വ്യാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ ഭക്തരിലേക്കും അയ്യപ്പൻ എന്നുള്ള ആ ഒരു വികാരം അവരുടെ ഉള്ളിലേക്ക് എത്തുകയാണ് എന്നുള്ള കാര്യം. എന്തായാലും ഈ ഒരു ശ്രീകോവിലിന് മുന്നിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇരുമുടിക്കെട്ടുമായി അങ്ങനെ അയ്യപ്പ ഭക്തർ ദർശനത്തിനായി കാത്തു നിൽക്കുകയാണ്. വരി മുൻപോട്ട് നീങ്ങുകയാണ്. ഈ ഇവിടേക്ക് എത്തുന്ന ഭക്തരൊക്കെ തന്നെ അതായത് 18-ാം പടി കഴിഞ്ഞ് ആ ഫ്ലൈ ഓവറിൽ അങ്ങനെ കാത്തു നിൽക്കും. അതിനുശേഷമാണ് ഈ സോപാനത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങുക. അവർ അതിനുശേഷം മുന്നോട്ട് നീങ്ങുകയാണ്. അതിനുശേഷം ഈ മാളികപ്പുറത്തോട്ട് അവർക്ക് ഇതുവഴി പോകാൻ സാധിക്കുമെന്നുള്ളതാണ്. എന്തായാലും ഭക്തരൊക്കെ തന്നെ അങ്ങനെ ഈ ഒരു അന്തരീക്ഷത്തിൽ രാവിലെ നെയ്യഭിഷേകത്തിനായൊക്കെ എത്തിയ ആളുകളുണ്ട്. ഈ ശ്രീകോവിലിന് വശത്തായി നെയ്യഭിഷേകത്തിന് കൊണ്ടുവന്നിട്ടുള്ള നെയ്യ് നൽകിയ ശേഷം അവിടെ ഭക്തർ കാത്തു നിൽക്കും. അയ്യപ്പന് നെയ്യഭിഷേകം നടത്തിയ ശേഷം, നെയ്യഭിഷേക പ്രിയനായ അയ്യപ്പന് ഈ നെയ്യഭിഷേകം നടത്തിയ ശേഷം അവർ ആ നെയ്യ് വാങ്ങി തിരികെ പോകുമെന്നുള്ളതാണ്. എന്തായാലും ഓരോ മനസ്സുകളും അങ്ങനെ അയ്യപ്പന് വേണ്ടിയിട്ടുള്ള ആ നെയ്ത്തേങ്ങിൽ ആ നെയ്യ് നിറച്ച് ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇരുമുടിക്കെട്ടുമായി ഇങ്ങോട്ടേക്ക് വരുന്ന ഭക്തരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. കുട്ടികളുണ്ട്, കുഞ്ഞയ്യപ്പന്മാരും കുഞ്ഞു മാളികപ്പുറങ്ങളും എല്ലാവരും ഒരേ മനസ്സോടെ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു തിരക്ക് നമുക്ക് അനുഭവപ്പെടും. കഴിഞ്ഞ ദിവസം തന്നെ 85,000-ത്തിലധികം പേരാണ് ശബരിമലയിലേക്ക് എത്തിയത്. അത്തരത്തിൽ ഓരോ ദിവസവും ഇങ്ങനെ കണക്ക് നോക്കുന്ന സമയത്ത് അത്രയധികം ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു. അതോടൊപ്പം തന്നെ വരുമാനവും വലിയ വർധനമാണ്. 163 കോടിയിലധികം രൂപയാണ് ഇത്തവണ ഈ 29 ദിവസത്തെ വരുമാനം നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇനിയും ഓരോ ദിവസം കഴിയുന്തോറും അത്രയധികം വർധനവ് നടവരവിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഭക്തജന തിരക്കും അധികം തന്നെയാണ്. അതായത് ഈ വെർച്വൽ ക്യൂ വഴി വരുന്നതും സ്പോട്ട് ബുക്കിങ്ങിലൂടെയൊക്കെ വരുന്നതും ഒക്കെ വെച്ച് ആ കണക്കുകളാണ് നമുക്ക് ലഭിക്കുന്നത്. അതിലൂടെയാണ് നമ്മൾ ഓരോ ദിവസത്തെയും ഇത്തരത്തിൽ എത്രത്തോളം ഭക്തജനങ്ങളാണ് ശബരിമലയിലേക്ക് എത്തുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും ഭക്തരൊക്കെ തന്നെ അങ്ങനെ കാത്ത് നിൽക്കുകയാണ്. സ്വാമി ശരണം. ആന്ധ്രയിൽ നിന്ന് വന്നു. അപ്പോൾ ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ഭക്തരങ്ങനെ കാത്തു നിൽക്കുന്നു. കുഞ്ഞയ്യപ്പന്മാരുണ്ട്, അവരൊക്കെ ഇടിമുടിക്കെട്ടുമായി
വന്നിരിക്കുകയാണ്. അവരൊക്കെ ഈ കന്നിമലക്കാരുണ്ടാവാം, അതോടൊപ്പം തന്നെ മുൻപ് വന്ന ഈ കുഞ്ഞയ്യപ്പന്മാരുണ്ടാകാം. അവർക്കൊക്കെ പറയാൻ നമ്മളൊക്കെ ചോദിക്കുമ്പോൾ പറയാൻ വലിയ തരത്തിൽ അവർക്ക് ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് അവർ പ്രതികരിക്കുന്നത്. കാരണം ശബരിമലയിൽ എത്തുക എന്നുള്ളത് അവർക്കൊക്കെ ഒരു വലിയൊരു ആഗ്രഹം തന്നെയാണ്. കേരളത്തിലുള്ളതും അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കുട്ടികളെത്തുമ്പോൾ അവർ അങ്ങനെ അത് ഈ മല യാത്ര എന്ന് പറയുന്നത് തന്നെ വളരെയധികം ആസ്വദിച്ചുകൊണ്ട് മല കയറാൻ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പോലും അതൊന്നും വകവയ്ക്കാതെ അതൊക്കെ ആസ്വദിച്ചുകൊണ്ട് ആ കല്ലും മുള്ളും ചവിട്ടി ഇങ്ങോട്ടേക്ക് അയ്യൻ്റെ സന്നിധിയിലേക്ക് എത്തുകയാണ്. അത് തന്നെയാണ് ഈ കരിമല കയറ്റം കഠിനമെന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ആ കഠിനം അത് മനസ്സും ശരീരവും ഒക്കെ തന്നെ അതിന് തയ്യാറെടുത്തുകൊണ്ട് ആ വ്രതം നോറ്റുകൊണ്ട് മാലയിട്ട് ശരണമന്ത്ര മുഖരിതമായി ശരണമന്ത്രങ്ങൾ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ട് ആ മല ചവിട്ടി ഇങ്ങോട്ടേക്ക് എത്തുന്നവരാണ്. അയ്യൻ്റെ തിരുസന്നിധിയിലെത്തി അയ്യനെ കണ്ട് വണങ്ങുമ്പോൾ അവരുടെ മനസ്സിൽ ആത്മസംതൃപ്തിയോടുകൂടിയാണ് അവർ അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. ആ ഒരു ദർശനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തിരക്ക് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവർ ഓരോരുത്തരും അങ്ങനെ സ്വാമി ശരണം എന്നുള്ള ആ ഒരു ശരണമന്ത്രങ്ങളൊക്കെ ഉരുവിട്ടുകൊണ്ട് അങ്ങനെ ആ ശ്രീകോവിലിനരികേക്ക് എത്തുകയാണ്. അവരുടെ മുഖത്ത് ആ ഒരു ഓരോരുത്തരുടെയും മുഖത്തുള്ള ആ തെളിച്ചം നമുക്ക് മനസ്സിലാക്കാം. കാരണം ശ്രീകോവിലിന് മുന്നിലെത്തുമ്പോൾ അയ്യനെ ഒന്ന് തൊഴുത് വണങ്ങി, അതായത് അധിക നേരം അവിടെ നിൽക്കാൻ സാധിക്കില്ല. വേഗം തന്നെ ഓരോ ഭക്തനും തൊഴുതുകൊണ്ട് മുന്നോട്ട് പോകണം. ആ സമയം കിട്ടുന്ന ഒരു ചെറിയ സമയം അയ്യപ്പനെ ഒന്ന് കാണുവാൻ വേണ്ടിയിട്ടുള്ള ആ കാത്തിരിപ്പിലാണ് ഇവിടെയുള്ള ഓരോ ഭക്തരും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഓരോ തവണ മണ്ഡലകാലം വരുമ്പോഴും ഭക്തരങ്ങനെ എത്തുകയാണ്, ഒഴുകിയെത്തുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് പമ്പയിലോട്ടൊക്കെ പോകുമ്പോൾ വലിയ തരത്തിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. മല ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഭക്തരൊക്കെ തന്നെയും. ഇനിയും വരും ദിവസങ്ങളിൽ ഈ മണ്ഡല പൂജയ്ക്കൊക്കെ ആ സമയത്തൊക്കെ ആകുമ്പോഴേക്കും വലിയ തിരക്ക് വീണ്ടും അനുഭവപ്പെടും എന്നുള്ളതാണ്. ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ ശേഷം നടയടച്ച് പിന്നീട് ഈ മകരവിളക്കിലോട്ട് പോകും. ഇനിയുള്ള ദിവസങ്ങളൊക്കെ അത്തരത്തിലുള്ള പൂജകൾക്കും അതോടൊപ്പം തന്നെ അതിൻ്റെ തയ്യാറെടുപ്പിലൊക്കെയാണ്. എന്തായാലും ഈ ഒരു മണ്ഡലകാലത്ത് ഇവിടേക്ക് എത്തുന്ന ഭക്തരെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ദിവസം മഴ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസം മുൻപ് ഈ 2-3 ദിവസങ്ങൾ അങ്ങനെ മഴ നീണ്ടു നിന്നിരുന്നു. അത് ചെറിയ ബുദ്ധിമുട്ട്, അതായത് ഇവിടേക്ക് എത്തുന്ന ഭക്തർക്ക് അവർക്ക് നനഞ്ഞുകൊണ്ട് മാത്രമേ എത്താൻ സാധിക്കുകയായിരുന്നുള്ളൂ. മറ്റ് പ്ലാസ്റ്റിക് കോട്ടുകളൊക്കെ തന്നെ ഇവിടെ വിൽപ്പന നിരോധിച്ചിരുന്നു. അതോടൊപ്പം തന്നെ അതിനുശേഷം 2 ദിവസം കഴിഞ്ഞ ശേഷം വലിയ മഴയില്ല. ഇന്ന് പൂർണ്ണമായും മഴയില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് എത്തുന്ന ഭക്തരൊക്കെ അങ്ങനെ വേഗത്തിലെത്തുകയാണ്. ഈ 18-ാം പടിയെ സംബന്ധിച്ചിടത്തോളം 18-ാം പടിയിൽ അങ്ങനെ ഭക്തരെത്തുമ്പോൾ അവരെ എത്രയും വേഗം മുകളിലോട്ട് കയറ്റുക എന്നുള്ളതാണ് പോലീസുകാരുടെ ഉത്തരവാദിത്തം. കാരണം അവിടെ കുറച്ച് താമസം വന്നാൽ പിന്നെ ഇങ്ങോട്ടേക്ക് തിരക്ക് ആ 18-ാം പടിക്ക് താഴെ വലിയ തിരക്കുണ്ടാകും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നമുക്ക് ഭക്തരിലേക്ക് കൂടെ പോകേണ്ടതുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ എത്തുന്ന ഭക്തരുണ്ട്. അതോടൊപ്പം കുഞ്ഞ് അയ്യപ്പന്മാരുണ്ട്. സ്വാമി ശരണം. എവിടുന്നാ? ഞങ്ങൾ കോഴിക്കോട്. ആദ്യത്തെ മലയാണോ? ആദ്യമായിട്ടാ? ഇരുമുടിക്കെട്ടില്ല? ഇരുമുടിക്കെട്ട് രണ്ടാമത്തെ പ്രാവശ്യം അയ്യപ്പനെ തൊഴാൻ വരിക. ആദ്യം രാവിലെ എത്തിയോ? ഓ രാവിലെ ഇന്നലെ വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്ക് എത്തി. വീണ്ടും തൊഴാൻ പോവാ. അപ്പൊ അതാണ് എത്ര തൊഴുതിട്ടും, അതായത് അയ്യപ്പനെ എത്ര കണ്ടിട്ടും മതിയായില്ല എന്നുള്ളതാണ്. ആ കുഞ്ഞു മനസ്സിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇരുമുടിക്കെട്ടുമായി വന്നു അയ്യപ്പനെ തൊഴുതു, അതിനുശേഷം വീണ്ടും വിരിവെച്ച ശേഷം വീണ്ടും എത്തിയിരിക്കുകയാണ്. ശരി മനോജ്.